ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളൊക്കെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ലൈവ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതോടെ തന്നെ അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വിള്ളലുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗബ്രി ജാസ്മിനൊക്കെ തന്നെ ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്കെതിരെ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ പുതിയതായി വന്ന വൈൽഡ് കാർഡ് എൻട്രീസും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും തിരിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരിപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ തീർച്ചയായും നമ്മൾ വിചാരിക്കാത്ത പല മത്സരാർത്ഥികളും ഈ ഒരു ആഴ്ചയിൽ മുമ്പോട്ട് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് നല്ല രീതിയിൽ കളിക്കുമെന്ന് വിചാരിച്ച് ചില കണ്ടസ്റ്റൻസൊക്കെ താഴോട്ട് പോകുന്നതും നമുക്ക് ഈ ഒരാഴ്ചയിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് മേ ബി നമ്മുടെ ഗബ്രി ജാസ്മിൻ എന്നൊരു രണ്ടുപേരുടെ കോമ്പോസിൻ്റെ ഒരു എൻഡ് ആവാനുള്ളൊരു സാധ്യത ഒക്കെ നമുക്ക് കണ്ടറിയാം. എങ്ങനെയായിരിക്കും ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതോടെ അവരുടെ ആ ഒരു കോണ്ടൻറ്റ് സ്പേസിന് ഇടമില്ലാതെ പോകുമോ എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. കാരണം മുമ്പൊക്കെ നമുക്ക് അവരുടേതായ ഒരുപാട് കോണ്ടൻറ്റ്സ് നമ്മൾ ലൈവിലൂടെ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ആ കിട്ടുന്ന സ്പേസ് ഒരുപാട് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരെക്കാട്ടും ബെറ്ററായി കോണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കറൻ്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ കോണ്ടൻറ്റ്സ് എന്താ പറയുക അത്രമാത്രം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു തോട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്